ഹായ് നമസ്കാരം. ഞാൻ ലിജി വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RJ അഞ്ജലിയുടെ പ്രാങ്കോൾ ഷോ റോങ് ആയതിനെ കുറിച്ചൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കുട്ടി മാപ്പ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. ഒന്നല്ല, 2 വീഡിയോ ഇട്ടിരുന്നു. 2 വീഡിയോയും അത് പലതരത്തിലും സോഷ്യൽ മീഡിയയിൽ അതിനേക്കാൾ കൂടുതൽ സൈബർ അറ്റാക്ക് ആ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പ്രാങ്ക് കോൾ ഷോകൾ അതിൽ വിട്ട് പോയിട്ട് സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്കുകൾ നേരിടുന്ന ഒരുപാട് ആൾക്കാരെ കുറിച്ച് നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും. അത് തന്നെയാണ് അഞ്ജലിക്കും ഇവിടെ സംഭവിച്ചതും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പ്രാങ്ക് കോൾ ഷോകളൊക്കെ ഒരു ലിമിറ്റ് വെച്ച് നിർത്തേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അഞ്ജലിയോടൊപ്പം നിരഞ്ജന എന്ന ഒരു കുട്ടി കൂടിയുണ്ട്. 2 പേരോട് ചേർന്നാണ് ഈ പ്രാങ്ക് കോൾ ചെയ്യുന്നത്. അപ്പോൾ നിരഞ്ജനയാണ് സത്യത്തിൽ ഈ പറഞ്ഞ വിവാദകരമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നിരഞ്ജന ഇതുവരെയും സോഷ്യൽ മീഡിയയിൽ ഇതുവരെയും വന്ന് മാപ്പ് പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയ കൂടെയാണ് ഇവർ ഈ പ്രാങ്ക് കോൾ ഷോ പുറത്ത് വിട്ടത്. അപ്പോൾ ആ പുറത്തുവിട്ട ആ മാധ്യമത്തിലൂടെ തന്നെ നിരഞ്ജനയും വന്ന് മാപ്പ് പറയാനുള്ള ഒരു ബാധ്യത നിരഞ്ജനയ്ക്കുണ്ടായിരുന്നു. പക്ഷേ നിരഞ്ജനയുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും അതുണ്ടായിട്ടില്ല. പിന്നെ അഞ്ജലി മാപ്പ് പറഞ്ഞു. അഞ്ജലി വന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടു, മാപ്പ് പറഞ്ഞിട്ട് പോയി. വളരെ വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എന്ന് പറഞ്ഞ് അവർ മാപ്പ് പറഞ്ഞിട്ട് പോയി. ആ മാപ്പ് പറഞ്ഞ വീഡിയോയിൽ നിരവധി കമൻറ്റുകൾ ആ കുട്ടിക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാട് വന്നു. അപ്പം ഒരു മനസ്സിൽ തട്ട് മാപ്പ് പറഞ്ഞ ആളാണെങ്കിൽ പിന്നെ അതിന് ഒന്നുകിൽ റിപ്ലൈ കൊടുക്കാതിരിക്കുക, അതല്ലെങ്കിൽ മാന്യമായ രീതിയിൽ റിപ്ലൈ കൊടുക്കുക. ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടാണ് വീണ്ടും അഞ്ജലി വന്ന് ഇതിന് മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. ഈ കമൻറ്റുകൾക്കെല്ലാം റിപ്ലൈ കൊടുത്തത് കണ്ടാൽ ആ കുട്ടി ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്ന വിധത്തിലായിരുന്നു പിന്നെ റിപ്ലൈ കൊടുത്തത്. മാപ്പ് പറഞ്ഞ ഒരാൾ മാപ്പ് പറയണമെങ്കിൽ ചെയ്തത് തെറ്റായി എന്ന ബോധ്യം വന്നതുകൊണ്ടാണ് അവർ മാപ്പ് പറയുന്നത്. അങ്ങനെ മാപ്പ് പറഞ്ഞ ആൾ വീണ്ടും ചെയ്ത തെറ്റിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്ത് പറ്റിപ്പോയി, ക്ഷമിക്കുക, അല്ലെങ്കിൽ തെറ്റായി മാപ്പാക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് സ്വയം അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അവിടെ മാപ്പ് പറയുന്നത്. അങ്ങനെ മാപ്പ് പറഞ്ഞ ഒരാൾ വീണ്ടും വന്നിരുന്ന് അതിനെ ന്യായീകരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സാലെ അല്ല ആ കുട്ടി മാപ്പ് പറഞ്ഞത് എന്നാണ്. തൻ്റെ സ്വന്തം മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടല്ല ആ കുട്ടി മാപ്പ് പറഞ്ഞത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്ന അതാണ്. വീണ്ടും ആ വീഡിയോയെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റൊരു വീഡിയോ ചെയ്തു. അതിനേക്കാൾ കൂടുതൽ ന്യായീകരിക്കാൻ വേണ്ടി ആ കുട്ടി രണ്ടാമത് ചെയ്ത വീഡിയോ വീണ്ടും പിന്നെയും അതിനെ കൂടുതൽ നെഗറ്റീവ് കമൻസിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു ചെയ്തത്. കാരണം അതിനകത്ത് അതിൻ്റെ ജോലിയെക്കുറിച്ച് പറയുന്നുണ്ട്. കമൻറ്റിന് റിപ്ലൈ എന്ന നിലയിൽ ജോലി പോയിട്ടില്ല, അത് നേരത്തെ റിസൈൻ ചെയ്തത് തന്നെയാണ്, ജോലി പോയതല്ല എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ കുട്ടി ചെയ്ത കുറച്ച് കാര്യങ്ങൾ ആരുടെ ഒരു കമൻറ്റിന് റിപ്ലൈ എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ചെയ്ത നല്ല കാര്യങ്ങൾ നിരത്തി പറയേണ്ട സമയം ഇതല്ല. കാരണം പക്ഷേ അത് പറയുമ്പോൾ അത് വീണ്ടും ആ കുട്ടി വീണ്ടും ഒരു നെഗറ്റീവ് കമൻറ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. ആരും അതിനെ പോസിറ്റീവായി ചിന്തിക്കില്ല. അയ്യോ, ഈ കുട്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ, എന്നാൽ ഈ പറഞ്ഞത് പോട്ടെ എന്നാരും വെക്കില്ല. ചെയ്ത തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി ചെയ്ത നന്മകളെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നു എന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. അതുപോലാണ് സംസാരത്തിന്റെ ശൈലിയും അതിൻ്റെ ബോഡി ലാംഗ്വേജും അതുപോലെയായിരുന്നു വീണ്ടും ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ നന്മയും ചെയ്തിട്ടുണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലായിരുന്നു അതിൻ്റെ സംസാരം. ചെയ്ത തെറ്റിനെ ലഘൂകരിച്ചുകൊണ്ട് ആളുകളുടെ ഇമോഷനെ കയ്യിലെടുക്കാൻ വേണ്ടി ചെയ്ത നന്മകളെ ബൂസ്റ്റ് ചെയ്ത് പറയുകയായിരുന്നു അഞ്ജലി. ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പറയാനുള്ളത്, ഈ പ്രാങ്ക് കോൾ ഷോകൾ വളരെ ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രാങ്ക് കോൾ ഷോകൾ നമ്മൾ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പ്രാങ്ക് കോൾ ഷോ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഒന്നുകിൽ അത് നേരിട്ട് അവർ ഇടിച്ചു കയറുന്നു, അതല്ലെങ്കിൽ ഒരു കോളിലൂടെ അവർ നമ്മുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുകയാണ്, ഒരാളുടെ അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പോലുള്ള ലേഡീസ് നമ്മൾ അടുക്കളയിൽ തിരക്കിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കോൾ വരികയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ഒരു കോൾ വന്നാൽ നമ്മൾ ഓൾവേസ് നമ്മളത് ലൗഡ് സ്പീക്കർ ഇട്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്.
അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു പ്രാങ്ക് കോളാണ് വരുന്നത്, ഇതുപോലെ ഇങ്ങനെയുള്ള മ്ലേച്ഛകരമായ രീതിയിലുള്ള സംഭാഷണങ്ങൾ ആണ് അവർ നടത്തുന്നതെങ്കിൽ നമ്മളോടൊപ്പം ചിലപ്പോൾ നമ്മുടെ അച്ഛനുണ്ടാകാം, അമ്മയുണ്ടാകാം, അതല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ ബന്ധുക്കളോ അവിചാരിതമായി വീട്ടിൽ വന്ന മറ്റാൾക്കാരോ ഉണ്ടാവും. അപ്പോൾ അവരുടെ മുന്നിൽ നമുക്ക് വരുന്ന നാണക്കേട് എത്രമാത്രം വലുതാണ്. ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്ത് എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ടൈം അനുഭവിക്കുന്ന ഒരു മാനസിക വ്യതയുണ്ട്, അത് വളരെ വലുതാണ്. ഈ മെഹന്തി ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർ ഇത് ലൗഡ് സ്പീക്കർ ഇട്ടാണ് ഇവർ ഈ വോയിസ് കേട്ടതെങ്കിൽ, അവരുടെ പാർലറിലോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന മറ്റേതെങ്കിലും സ്ഥലത്തോ വെച്ചാണ് ഇവർ ഈ ഫോൺ കോൾ ലൗഡ് സ്പീക്കർ ഇട്ട് എടുത്തിരുന്നുവെങ്കിൽ സിറ്റുവേഷനെ അവർ ഓവർകം ചെയ്യാൻ എടുത്ത ആ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ്. അഞ്ജലി മനസ്സിലാക്കേണ്ടതും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ആവശ്യകത വളരെ വലുതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാങ്ക് കോൾ ഷോകൾ ലിമിറ്റ് ചെയ്യുക, അതിന് ഒരു പരിധി ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും നല്ല ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും ഈ പ്രാങ്ക് കോൾ ഷോകൾക്ക് ഒരു ലിമിറ്റ് വരേണ്ടത് വളരെ അത്യാവശ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. നന്ദി, നമസ്കാരം.